പ്രകൃതിയുടെ കോപത്തിൽ നാടും വീടും സർവസ്വവും നഷ്ടപ്പെട്ട് ഒരു തരി വെളിച്ചത്തിനായി ആളുകൾ അലയുമ്പോഴും അവരുടെ ദുരന്തമുഖത്ത് സ്വന്തം രാഷ്ട്രീയ കൊയ്ത്ത് നടത്താൻ ശ്രമിക്കുന്ന ചില ജീവികളെ നാം കാണേണ്ടി വരുന്നു. ആറന്മുളയിലെയും കോഴഞ്ചേരിയിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ കാണുമ്പോൾ ഏത് സാധാരണക്കാരന്റെയും മനസ്സ് മടുക്കും. ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ബിപിയുടെയോ ഷുഗറിന്റെയോ മരുന്നുകൾ പോലും എടുക്കാൻ കഴിയാതെ ഇറങ്ങി പോരേണ്ടി വന്ന പാവപ്പെട്ട മനുഷ്യരുടെ മാനസികാവസ്ഥയെ പോലും സ്വന്തം പാർട്ടി അജണ്ടകൾക്കായി ഇവർ ഉപയോഗിക്കുകയാണ്. ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മുതിർന്നൊരു അമ്മയെ കൊണ്ട് ഇതിലും നല്ലത് ഞങ്ങളുടെ നേതാവായിരുന്നു എന്ന് പറയിപ്പിക്കാൻ CPMന്റെ ഏരിയ കമ്മിറ്റി നേതാക്കൾ തന്നെ ക്യാമ്പുകളിൽ കയറിയിറങ്ങി തിരക്കഥ എഴുതുന്നു. ക്യാമറകൾക്ക് മുന്നിൽ പ്രഹസന നാടകങ്ങൾ സൃഷ്ടിക്കാൻ ഈ പാവം മനുഷ്യരുടെ നെഞ്ചത്താണ് ഇവർ ചവിട്ടി നിൽക്കുന്നത്. എന്നാൽ വസ്തുത പുറത്തു വന്നപ്പോൾ ആ അമ്മ തന്നെ തുറന്നു പറയുന്നു, എനിക്കൊന്നും അറിയില്ലായിരുന്നു, എന്നോട് അങ്ങനെ പറയാൻ ആ നേതാവ് വന്ന് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണെന്ന്. ഒരു നാട് മുഴുവൻ പ്രളയജലത്തിൽ മുങ്ങി താഴുമ്പോഴും മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും മേലെ സ്വന്തം രാഷ്ട്രീയ പ്രൊപ്പഗണ്ട കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഇതിനേക്കാൾ വലിയൊരു ലജ്ജാകരമായ അവസ്ഥ വേറെന്തുണ്ട്? വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലും വീട് നഷ്ടപ്പെട്ടവരുടെ കണ്ണീരിന് പാർട്ടി നിറമില്ല. അവിടെ ഒപ്പം ഉണ്ടാകേണ്ടത് ആശ്വാസത്തിന്റെ കരങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകളുടെ വ്യാജ വാർത്താ നിർമ്മാണശാലകളല്ല. ദുരന്തമുഖങ്ങളിൽ രാഷ്ട്രീയം മറന്ന് നാടൊന്നാകെ കൈകോർക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളെ പോലും രാഷ്ട്രീയ പോർവിളികൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും വേദിയാക്കുന്ന ഇത്തരം നീചമായ ശ്രമങ്ങൾ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യത്വമില്ലാത്ത ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയം അറബിക്കടലിൽ തള്ളേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സകല തെളിവുകളും പുറത്തുവിട്ട് കോൺഗ്രസിന്റെ പുറത്താണെങ്കിലും മാങ്കൂട്ടം കമ്മിക്കൂട്ട നേതാവിനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ആ രംഗങ്ങളൊന്ന് കാണാം. അതെ, ഒരു മിനിറ്റ് നോക്കണേ. എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്. ഇനി ഞങ്ങള് കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയം. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയൻ എന്ന് ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർഗീയെ ഫോൺ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ മുന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് മിനിമം പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിത്തിരികി കൊടുത്ത ആ ബിജിലിമോൻ ആരാണെന്ന് കാണണ്ടേ? അമ്പട കേമ സഖാവ് ബിജിലി കുട്ട കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിലിമോൻ എന്ന് പറയുന്ന ചങ്ങാതി. എന്റെ പൊന്നു ബിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ് കാണും. ഒരു നാടിനെ ചേർത്ത് പിടിക്കുന്ന നാട്ടിലെ MLA അബിൻ വർക്കിയും കുറെ ഉദ്യോഗസ്ഥന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമെല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനിടയിലും ഈ വിഷവുമായി കയറാൻ ചില്ലറ ഉടുപ്പൊന്നും പോരെന്റെ പൊന്നു ചങ്ങാതി. നിങ്ങളെപ്പോലുള്ള ദുരന്തങ്ങളെയും ഈ മഴയും ഒരുപോലെ ഈ നാട് നേരിടും. ഈ ദുരന്തത്തിന് ഈ നാട് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും.